ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു റവ ഉപ്പുമാവായിട്ടാണ് വന്നിരിക്കുന്നത്. വെറും ഉപ്പുമാവല്ല, കംപ്ലീറ്റ് ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ്. മോർണിംഗിൽ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെ ഈവനിങ് ലഞ്ചിന്, ഡിന്നറിനോ ലഞ്ചിനോ എപ്പം വേണേലും ഈ ഉപ്പുമാവ് നമുക്ക് കഴിക്കാം. റൈസിന് പകരം ഇത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടുന്ന ഒരു ദിവസത്തേന് വേണ്ടുന്ന എനർജി എല്ലാം ഈ ഉപ്പുമാവിൽ നിന്ന് നമുക്ക് കിട്ടും. ആദ്യം തന്നെ കടലക്കറിയാണ് ഉപ്പുമാവിന് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന കടല കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ഒരു സവോളയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞതും കൂടി ഇട്ട് ശകലം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് നന്നായി ഇളക്കി നമുക്ക് കുക്കറിൽ നിന്ന് വിസിലടിച്ചെടുക്കണം. ഒരു 5 വിസിൽ മതിയാവും. അത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം. അതിന് വേണ്ടി പിന്നീട് നമുക്ക് ഉപ്പുമാവ് റെഡിയാക്കാനായിട്ട് ഞാനൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, കുനുകുനാന്ന് അരിഞ്ഞതാണ്. പിന്നെ ഇഞ്ചി, പച്ചമുളക്, സവോള. ഇതിനാണ് പിന്നെ എടുത്തിരിക്കുന്ന വാൽനട്ട്, പീനട്ട്, കാഷ്യൂനട്ട്, ബദാം. പിന്നെ നമ്മുടെ ഉഴുന്നില്ലേ, ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ ആ ഉഴുന്നും എടുത്തിട്ടുണ്ട്. അത് 2-3 സ്പൂൺ മതിയായിരിക്കും. ഇത്രയാണ് ഞാൻ ഈ കംപ്ലീറ്റ് ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഈ കടലക്കറി എന്ന് വെച്ചാൽ ഇതിനകത്ത് ധാരാളം അളവിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഇരുമ്പും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ പെട്ടെന്ന് മാറിക്കിട്ടും. പിന്നെ കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം നമുക്ക് ആദ്യമേ കടുകിട്ട് പൊട്ടിക്കുക. ആ കടുകിട്ട് പൊട്ടിയതിന് ശേഷം നമുക്ക് ഉഴുന്നിടണം. നല്ല സ്വാദാണ് ഉഴുന്നിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കാനായിട്ട്. അത് നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ, നട്ട്സും എല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യണം. അതും കൂടി ആഡ് ചെയ്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്തെടുക്കണം. ഇത് ചെയ്ത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല സ്വാദാണ്, അതുപോലെ തന്നെ നല്ല മണമാണ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോഴത്തേക്കിന്. ഈ ബദാമിലും വാൽനട്ടിലും ഒക്കെ ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാർക്കിട്ട് ഓർമ്മശക്തിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഇത് നല്ലതാണ്. പിന്നെ നമുക്ക് കശുവണ്ടിയിലും ഉഴുന്നിലും ഒക്കെ ധാരാളം നമുക്ക് ആവശ്യമായ പ്രോട്ടീനും കാൽസ്യവും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ കുട്ടികൾക്കും കാഷ്യൂനട്ടൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് കഴിച്ചോളും. നല്ല സ്വാദാണ് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉപ്പുമാവ്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞാൽ ഒന്ന് കൂട്ടി വെച്ച് അടച്ച് വെച്ച് 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യുമ്പോൾ തന്നെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് വീണ്ടും ലിഡ് തുറന്നിട്ട് വീണ്ടും ഇളക്കി കഴിഞ്ഞ് ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളം ഒഴിക്കണം. 1 ഗ്ലാസ് റവയ്ക്ക് 2 ഗ്ലാസ് അല്ല 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതിയോ. അങ്ങനെ നമുക്ക് എത്ര ഇളവിലാണ് നമ്മൾ റവ എടുക്കുന്നത് അതനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അത് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ഈ വെള്ളത്തിലേക്കാണ് ഇടുന്നത്. അപ്പം റവയിൽ പിടിച്ചോളും, കൂടിയും പോകത്തില്ല കുറഞ്ഞും പോകത്തില്ല. ഞാനിവിടെ ഒരു 2 ഗ്ലാസ് റവയാണ് എടുത്തിരിക്കുന്നത്. അത് 2.25 സ്പൂണ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന റവ ഇടണം. വെള്ളം കുറഞ്ഞു പോയാൽ നമുക്ക് 1-2 സ്പൂണ് വെള്ളം എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. തിളപ്പിച്ച വെള്ളമായിരിക്കണം. അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ അതുകൊണ്ടാണ് കൂടരുതെന്ന് പറഞ്ഞത്. കൂടിപ്പോയാൽ റവ കട്ടയായിപ്പോവും. ഇതിപ്പം നമുക്കധികം കട്ടകളൊന്നുമില്ല, നല്ല പൊടി പോലത്തെ റവ കൊണ്ടുണ്ടാക്കുന്ന ഉപ്പുമാവ് കിട്ടും. ഈ വെള്ളം കറക്റ്റിനായിട്ട് എടുത്തു കഴിഞ്ഞ് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെക്കണം. അടച്ച് വെച്ച് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തുറക്കണം. അത് വീണ്ടും ഒന്നും കൂടെ ഇളക്കി നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അടിയിലൊന്നും പിടിച്ചില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞ് വീണ്ടും ഒന്നും കൂടെ അടച്ച് വെക്കണം. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഇങ്ങനെ അടച്ച് വെച്ച് 1-2 മിനിറ്റ് കഴിയുമ്പോൾ തുറന്ന് വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് കട്ടകളൊന്നും ഇല്ലാത്ത നല്ല സ്വാദിഷ്ടമായ ഉപ്പുമാവ് റെഡിയായി കിട്ടും. സാധാരണ ഉപ്പുമാവൊക്കെ ഉണ്ടാകാൻ കട്ടകളില്ലേ, കട്ടകളൊന്നും ഇല്ലാത്ത നല്ല പൊടി പോലത്തെ ഉപ്പുമാവ് തന്നെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ഇത് ഇളക്കിയെല്ലാം സെർവ് ചെയ്യാവുന്നതാണ്. ഇത് കടലക്കറിയുടെ കൂടെ കഴിക്കുക, അല്ലെങ്കിൽ നമുക്ക് എന്താണോ അവൈലബിൾ ആയിട്ടുള്ള കടലക്കറിയുടെ കൂടെ കഴിക്കുവാണെങ്കിൽ അതിൽ ധാരാളം ഇരുമ്പും കാൽസ്യം ഒക്കെ അടങ്ങിയ പ്രോട്ടീൻ, അയണിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനായിട്ട് നല്ലതാണ്. സ്വാദിഷ്ടമായ കംപ്ലീറ്റ് ന്യൂട്രീഷ്യൻസ് ആയിട്ടുള്ളൊരു ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതിന് നൈറ്റ് വേണമെങ്കിൽ നൈറ്റ് കഴിക്കാം, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേണമെങ്കിലും കഴിക്കാം.
എങ്ങനെ കഴിച്ചാലും നല്ലതാണ്. വണ്ണം കുറയാനും വയറ് കുറയാനും ഒക്കെ ഇത് നല്ലതാണ്. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ അളവിലല്ലേ ഉള്ളൂ. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ, സി യു.